ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ആൽക്കമിസ്റ്റ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കെമിസ്ട്രിയിലെ കുറച്ച് ബേസിക് ടെർമിനോളജീസ് ഡിസ്കസ് ചെയ്തു. അതെല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ കുറച്ച് നിയമങ്ങളെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. നിയമങ്ങളെന്ന് വെച്ചാൽ നമ്മൾക്കിവിടെ നടക്കുന്ന എല്ലാ രാസപ്രവർത്തനങ്ങളും കെമിക്കൽ റിയാക്ഷൻസും പ്രധാനമായും അടിസ്ഥാനപരമായി 5 നിയമങ്ങൾ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ആ 5 നിയമങ്ങളെയാണ് നമ്മൾ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ആ 5 നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം ഒന്ന് പറയാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, അതാണ് ഒന്നാമത്തെ നിയമം. രണ്ടാമത്തേത് ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ. മൂന്നാമത്തേത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. നാലാമത്തേത് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻസ്. അഞ്ചാമത്തേത് ഗേ-ലൂസാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോള്യൂംസ്. ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 5 നിയമങ്ങൾ. ഈ 5 നിയമങ്ങളും നമ്മുടെ രാസപ്രവർത്തനത്തിന് അതിന്റെ പഠനത്തിനും ഏറ്റവും അത്യാവശ്യമായ 5 നിയമങ്ങളാണ്. അപ്പോൾ പോവാം നമുക്ക്. നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഫസ്റ്റ് പ്രൊപ്പോസ് ചെയ്തത് ഫ്രഞ്ച് കെമിസ്റ്റായ ലാവോസിയർ ആണ്. 1774 ലാവോസിയർ ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്ന നിയമം പ്രപ്പോസ് ചെയ്തത്. 1774 ലാവോസിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, ഫാദർ ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രിയുടെ പിതാവ് എന്നുള്ള പേരിലാണ് ലാവോസിയർ അറിയപ്പെടുന്നത്. ഇനിയും ഈ ലോ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു രാസപ്രവർത്തനം നടത്തുമ്പോൾ അതിന് റിയാക്റ്റൻസും ഉണ്ടാകും, പ്രോഡക്ട്സും ഉണ്ടാകും. റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പദാർത്ഥങ്ങൾ, അതാണ് റിയാക്റ്റൻസ്. റിയാക്റ്റൻസ് എന്ന് പറയുന്നത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പദാർത്ഥങ്ങളാണ് നമ്മൾ റിയാക്റ്റൻസ് എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് പ്രോഡക്ട്സ്. റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഈ റിയാക്റ്റൻസും പ്രോഡക്റ്റും റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് പ്രോഡക്ട്സ് ഉണ്ടാകുമ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മുടെ ഓരോ പദാർത്ഥങ്ങൾക്കും മാസ് ഉണ്ടല്ലേ. അപ്പം റിയാക്റ്റൻസ്, ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്റ്റൻസ്, ആ റിയാക്റ്റൻസിന്റെ ടോട്ടൽ മാസും ഉണ്ടാകുന്ന പ്രോഡക്ട്സിന്റെ മാസും, റിയാക്റ്റൻസിന്റെ ടോട്ടൽ മാസും പ്രോഡക്ട്സിന്റെ ടോട്ടൽ മാസും എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതാണ് ലാവോസിയർ മനസ്സിലാക്കിയത്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സിന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത റിയാക്റ്റൻസിന്റെ മാസിനോട് സെയിം ആയിരിക്കും. ഇത് അദ്ദേഹം ഒരു ലോ ആയിട്ട് പ്രപ്പോസ് ചെയ്തു, സ്റ്റേറ്റ് ചെയ്തു. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? ഡ്യൂറിങ് എനി ഫിസിക്കൽ ഓർ കെമിക്കൽ ചേഞ്ച് ദ ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്ട്സ് obtained is always equal to the total mass of reactants taken at the beginning of the change. നമ്മളൊരു റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന പ്രോഡക്ട്സിന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. എന്തിനോട്? ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് ടേക്കൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ചേഞ്ച്. ആ റിയാക്ഷൻ നടക്കുന്ന അതിന്റെ തുടക്കത്തിൽ ബിഗിനിങ്ങിൽ നമ്മളെടുത്ത റിയാക്റ്റൻസിന്റെ ടോട്ടൽ മാസിനോട് ഈക്വൽ ആയിരിക്കും. ഇത് അദ്ദേഹം ഒരു ലോ ആയിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ലോയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതെങ്ങനെ സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഡ്യൂറിങ് എനി ഫിസിക്കൽ ഓർ കെമിക്കൽ ചേഞ്ച് ദ മാറ്റർ ഈസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഒരു ഫിസിക്കലായിട്ടുള്ളതോ കെമിക്കലായിട്ടുള്ളതോ ആയ ഒരു മാറ്റം, ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ മാറ്റർ ഈസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. പദാർത്ഥം നിർമ്മിക്കപ്പെടുകയോ
നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. പിന്നെ എന്ത് സംഭവിക്കുന്നേ ഉള്ളൂ? However, it may change from one form to another. During any physical or chemical change, the matter is neither created nor destroyed. However, it may change from one form to another. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. അത് പ്രപ്പോസ് ചെയ്തത് ആരാണ്? ലാവോസിയാണ്. 1774 അദ്ദേഹം പറഞ്ഞത് ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ കെമിക്കൽ ചേഞ്ചസ് നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സിന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് നമ്മൾ ഇനിഷ്യലി എടുത്ത റിയാക്ടൻസിന്റെ ടോട്ടൽ മാസിനോട് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് എനി ഫിസിക്കൽ ഓർ കെമിക്കൽ ചേഞ്ച് പദാർത്ഥങ്ങൾ മാറ്റർ ഈസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. പദാർത്ഥങ്ങൾ നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഹൗവെവർ ഇറ്റ് മേ ചേഞ്ച് ഫ്രം വൺ ഫോം ടു അനദർ. അത് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലോട്ട് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇനി നമുക്കതിന്റെ എക്സാമ്പിൾസ് നോക്കാം. കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് CaCO3. ഈ CaCO3യെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഡീകമ്പോസിഷൻ നടക്കും. എങ്ങനെയൊക്കെ? കാൽസ്യം ഓക്സൈഡ് ആയിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടും. ഇനി നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താ പറഞ്ഞത്? ഡ്യൂറിങ് എനി ഫിസിക്കൽ ഓർ കെമിക്കൽ ചേഞ്ച് ദ മാറ്റർ ഈസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. മാറ്റർ ക്രിയേറ്റ് ചെയ്യപ്പെടുകയോ ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല. ഹൗവെവർ ഇറ്റ് മേ ചേഞ്ച് ഫ്രം വൺ ഫോം ടു അനദർ. ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലോട്ട് മാറുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ എന്താണ്? റിയാക്ടൻസിന് എത്ര മാസ് ഉണ്ടോ അത്രയും മാസ് പ്രോഡക്ട്സ് നമുക്ക് അപ്പുറത്ത് കിട്ടും. അപ്പൊ അവിടെ ഒന്നും റിമൂവ് ചെയ്യപ്പെടുകയോ പുതുതായിട്ട് സൃഷ്ടിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഇപ്പുറത്തുള്ളത് തന്നെ സെയിം മാസ് അപ്പുറത്ത്. അപ്പൊ നോക്കിക്കേ, കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് 40. കാൽസ്യത്തിന്റെ മാസ്, കാർബണിന്റേത് 12 പ്ലസ് O3യുടേത് 48. അപ്പൊ എത്ര വരും? 40 പ്ലസ് 48 എന്ന് പറഞ്ഞാൽ 88. 88 പ്ലസ് 10 98 പ്ലസ് 2 100. അപ്പൊ കാൽസ്യം കാർബണേറ്റിന്റെ മാസ് എത്രയായിരിക്കും? 100 ഗ്രാം കാൽസ്യം കാർബണേറ്റ് നമ്മൾ എടുത്തു. 100 ഗ്രാം കാൽസ്യം കാർബണേറ്റ് എടുത്താൽ ആ 100 ഗ്രാം തന്നെ ഇവിടെ കിട്ടണം എന്നാണ് പറഞ്ഞത്. നോക്കാം നമുക്ക്. കാൽസ്യം ഓക്സൈഡിന്റെ കാൽസ്യം എത്രയാണ്? 40. കാൽസ്യം 40 പ്ലസ് ഓക്സിജൻ എത്രയാണ്? 16. അപ്പൊ എത്ര വന്നു? 56. പ്ലസ് കാർബണിന്റെ എത്രയാണ്? 12 പ്ലസ് O2 എത്രയാണ്? O2 എത്രയാണ്? 16 വെച്ച് 32. അപ്പൊ 44. 44 പ്ലസ് 56 പ്ലസ് 44 എത്രയാണ്? 56 പ്ലസ് 44 എത്രയാണ്? 100 ഗ്രാം. അപ്പോ 100 ഗ്രാം എന്താണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത്? കാൽസ്യം കാർബണേറ്റ് നമ്മൾ 100 ഗ്രാം എടുത്തപ്പോ അത് ഡീകമ്പോസിഷൻ നടന്ന് ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സിമ്പിൾ ഇടുന്നത്. ഡീകമ്പോസിഷൻ നടന്ന് കാൽസ്യം ഓക്സൈഡ് എത്രയായി? 56 ഗ്രാമും പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് എത്രയായി? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് നമുക്ക് 44 ഗ്രാമും, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് നമുക്ക് 44 ഗ്രാമും കിട്ടി. അപ്പൊ 44 ഗ്രാം. അപ്പൊ ടോട്ടൽ ഇതെത്രയാണ്? 100. അപ്പൊ CaCO3 100 ഗ്രാം ഉപയോഗിച്ചപ്പോ നമുക്ക് ഇത് രണ്ടും കൂടി 100 ഗ്രാം കിട്ടി. അപ്പം മാറ്റർ ഈസ് നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇറ്റ് മേ ചേഞ്ച് ഫ്രം വൺ ഫോം ടു അനദർ. ഇവിടെ എത്ര മാസ് കിട്ടിയോ അത്രയും തന്നെ നമുക്ക് ഇവിടെയും കിട്ടി. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ സിമ്പിൾ ആയിട്ടുള്ളത്. കാർബണിനെ നമ്മൾ ഓക്സിജനിൽ ബേൺ ചെയ്യുമ്പോൾ, നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. കാർബൺ എന്ന് പറയുന്നത് 12 ഗ്രാം ആണ്, ഓക്സിജൻ എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 12 പ്ലസ് 32 44 ഗ്രാം. ഇവിടെ നമ്മൾ 44 ഗ്രാം റിയാക്ട് ചെയ്തു. ഇവിടെ നമുക്ക് 44 ഗ്രാം തന്നെ നമുക്ക് കിട്ടി. അപ്പം എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ നമ്മൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ കൊണ്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ
മാസിനെ കൺസർവ് ചെയ്തു. കൺസർവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സംരക്ഷിക്കുക അല്ലെ. ഇവിടെ എത്രയുണ്ടോ അത്രയും തന്നെ നമ്മളത് പ്രോഡക്റ്റിലും ആ സെയിം മാസ് ഒട്ടും കുറഞ്ഞിട്ടുമില്ല കൂടിയിട്ടുമില്ല. പക്ഷേ മാറ്റർ എന്ന് പറയുന്നത് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. അത്രയേ ഉള്ളൂ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത് ലാവോസിയർ അത് സ്റ്റേറ്റ് ചെയ്യുന്നത് 1774 അപ്പം 1774 തൊട്ട് എല്ലാ ഫിസിക്കൽ കെമിക്കൽ ചേഞ്ചിനും ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞത് എല്ലാ ആൾക്കാരും അപ്രൂവ് ചെയ്ത കാര്യമാണ്. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ 20th സെഞ്ചുറിയിൽ മാസും എനർജിയും മാസിനെ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ അദ്ദേഹം എക്സ്പെരിമെന്റ്സ് നടത്തുകയും ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും E=mc². ഈ ഇക്വേഷൻ അദ്ദേഹം ഡിറൈവ് ചെയ്തു എന്ന് വെച്ചാൽ എനർജി മാസും എനർജിയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ഈ മാസിനെ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ കൺവേർഷൻ ഓഫ് മാസ് ഇൻറ്റു എനർജി എന്നുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത്, പ്രോസസ്സസ് വരുന്ന സമയത്ത് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അത്ര വാലിഡ് അല്ല. എന്നാൽ ഫോർ ഓർഡിനറി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസിന് ഇത് വാലിഡ് ആണ്. പക്ഷേ മാസിനെ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സസ് ഇൻവോൾവ് ചെയ്തേക്കുന്ന സമയത്ത് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത് അത്രത്തോളം വാലിഡ് അല്ല എന്ന് കണ്ടെത്തുകയുണ്ടായി. ഇനിയും ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന്റെ എക്സ്പെരിമെന്റൽ വേരിഫിക്കേഷന് നമ്മൾ ഒരു എച്ച് ഷേപ്പിലുള്ള ഒരു അപ്പാരറ്റസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് ലാൻഡോട്സ് ട്യൂബ്. എന്താണ് അതിന് പറയുന്ന പേര്? ലാൻഡോട്സ് ട്യൂബ് എന്നാണ് അതിന് പറയുന്നത്. ലാൻഡോൾസ് ട്യൂബ് എന്ന് പറയും. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന്റെ എക്സ്പെരിമെന്റൽ വേരിഫിക്കേഷൻ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ആണ്. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എച്ച് ഷേപ്പാണ്. എച്ച് ഷേപ്പില് നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ എച്ച് ഇല്ലേ, അപ്പം ആ എച്ചിന്റെ ഷേപ്പിൽ ഉള്ള ഒരു ട്യൂബാണ്, അപ്പാരറ്റസ് ആണ് ലാൻഡോട്സ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ ഉപയോഗിക്കുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന്റെ എക്സ്പെരിമെന്റൽ വേരിഫിക്കേഷന് വേണ്ടിയിട്ട് ആണ്, ലാൻഡോട്സ് ട്യൂബ്. അപ്പം ഇത്രയുമാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഫസ്റ്റ് ലോ ആയ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നമ്മൾ സ്റ്റേറ്റ് ചെയ്തു. അതെന്താണെന്നൊക്കെ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ ഇതിൽ എങ്ങനെയാണ് ഈ ലോ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് നോക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് 2 പ്രോബ്ലംസ് കൂടെ നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, 5.3 gram of sodium carbonate react with 6 gram of ethanoic acid and the products formed are carbon dioxide 2.2 gram, water 0.9 gram, sodium ethanoate 8.2 gram. Show that these observations are in agreement with law of conservation of mass. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് 5.3 ഗ്രാം സോഡിയം കാർബണേറ്റ് 6 ഗ്രാം എത്തനോയിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് കിട്ടിയത് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, സോഡിയം എത്തനോയേറ്റ്. ഇതിൽ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് 2.2 ഗ്രാമും വാട്ടർ 0.9 ഗ്രാം, സോഡിയം എത്തനോയേറ്റ് 8.2 ഗ്രാംസ്. സോഡിയം കാർബണേറ്റ് 5.3 ഗ്രാം ആൻഡ് എത്തനോയിക് ആസിഡ് 6 ഗ്രാം. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്നും നമുക്കിത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ ഈ റിയാക്ഷൻ എന്ന് നോക്കണം. അപ്പം ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ നോക്കേണ്ടത്? റിയാക്ടൻസിന്റെ മാസും പ്രോഡക്ട്സിന്റെ മാസും ഈക്വൽ ആണോ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. അപ്പം ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതാം. സോഡിയം കാർബണേറ്റ് പ്ലസ് എത്തനോയിക് ആസിഡ്. സോഡിയം കാർബണേറ്റ് പ്ലസ് എത്തനോയിക് ആസിഡ് ഗീവ്സ് എന്തൊക്കെയാണ് നമുക്ക് തരുന്നത്? കാർബൺ ഡയോക്സൈഡ്
പ്ലസ് വാട്ടർ പ്ലസ് സോഡിയം എത്തനോയേറ്റ്. ഇതിൽ നോക്കാം. സോഡിയം കാർബണേറ്റിന്റെ മാസ് എത്രയാ തന്നിരിക്കുന്നത്? 5.3 ഗ്രാംസ്. എത്തനോയിക് ആസിഡിന്റെയോ 6 ഗ്രാംസ്. കാർബൺ ഡയോക്സൈഡ് 2.2 ഗ്രാംസ്. വാട്ടർ 0.9 ഗ്രാംസ്. സോഡിയം എത്തനോയേറ്റ് 8.2 ഗ്രാംസ്. അപ്പം ഇതിൽ നിന്നും നമുക്കിനി ഇത് ആഡ് ചെയ്ത് നോക്കണം അല്ലേ. അപ്പം 5.3യും 6 ഗ്രാമുമാണ് റിയാക്റ്റൻസ് അല്ലേ. അപ്പൊ 5.3 പ്ലസ് 6 എത്രയാണ്? 5.3 പ്ലസ് 6 എത്ര വരും? 3. 11.3. ഇനി ഇവിടെ പ്രോഡക്ട്സിന്റെ ഭാഗത്തോ എങ്ങനെയാണ് നോക്കുക? 2.2, 0.9, 8.2 എത്ര വരും? 3, 11.3. അപ്പം റിയാക്റ്റൻസിന്റെ ടോട്ടൽ മാസ് എത്രയാണ്? 11.3 ഗ്രാം. പ്രോഡക്ട്സിന്റെ ടോട്ടൽ മാസ് എത്രയാണ്? 11.3 ഗ്രാം. അപ്പോൾ ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1.5 gram of C2H6 on complete combustion gives 4.4 gram of CO2 and 2.7 gram of H2O. Show that the reaction obeys law of conservation of mass. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത് 1.5 ഗ്രാം ഈതെയിൻ കംപ്ലീറ്റ് കമ്പസ്റ്റൻ നടന്നിട്ട് 4.4 ഗ്രാം കാർബൺ ഡയോക്സൈഡും 2.7 ഗ്രാം വാട്ടറുമായിട്ട് മാറി. ഈ റിയാക്ഷൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പം നമുക്ക് അറിയണമെങ്കിൽ ആദ്യം നമുക്ക് ആ റിയാക്ഷൻ എഴുതണം അല്ലേ. അപ്പം ആ റിയാക്ഷൻ ആദ്യം എഴുതുമ്പോൾ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ C2H6 ആണ് ഈഥേൻ പ്ലസ് ഓക്സിജൻ. കമ്പസ്റ്റൻ എന്ന് വെച്ചാൽ ഓക്സിജന്റെ പ്രസൻസിൽ ബേൺ ചെയ്യാന്നല്ലേ. അപ്പോൾ ഗീവ്സ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യണം? എപ്പോൾ കെമിക്കൽ റിയാക്ഷൻ എഴുതിയാലും നമ്മൾ ബാലൻസ് ചെയ്ത ഇക്വേഷൻസ് മാത്രമേ നമ്മൾ എഴുതാറുള്ളൂ. അപ്പോൾ നമ്മളിതിനെ ബാലൻസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്ന് നോക്കിക്കേ. C2H6 O2 കാർബൺ ഡയോക്സൈഡ് പ്ലസ് H2O. അപ്പോൾ നോക്കിയേ ബാലൻസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? കാർബൺ ഡയോക്സൈഡ് ഈഥേന്റെ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 2 ഇട്ട് കൊടുക്കാം. 2C2 കാർബൺ 4. അപ്പോൾ നമുക്കിവിടെ 4 ഇട്ട് കൊടുക്കാം. 4 പ്ലസ് ഓക്സിജന് ഇവിടെ 7 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 6 ഇട്ട് കൊടുക്കാം. ബാലൻസ് ചെയ്തോ നോക്കിക്കേ. C2 കാർബൺ എത്രയുണ്ട്? 4. ഹൈഡ്രജൻ എത്രയുണ്ട്? 2 × 6 12. 2 × 6 12. പിന്നെ ബാക്കി ഓക്സിജൻ 7 × 2 14. നോക്കിക്കേ ഓക്സിജൻ എത്രയുണ്ടെന്ന്? 4 × 2 8 പ്ലസ് 6 14. അപ്പം ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. ഇനി നമുക്കിതിന്റെ വെയിറ്റ് എത്രയൊക്കെ തന്നിരിക്കുന്നത് എന്നുള്ളത് എഴുതാം. ഈഥൈന്റെ വെയിറ്റ് എത്രയാണ്? 1.5 ഗ്രാം ആണ് ഈഥൈന്റെ വെയിറ്റ്. ഇവിടെ നമുക്ക് എക്സ് എന്ന് എടുക്കാം. വെയിറ്റ് നമുക്ക് തന്നിട്ടില്ല. ഇനിയുള്ളത് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് എത്രയാണ്? 4.4 ഗ്രാം ആണ് കാർബൺ ഡയോക്സൈഡ് ഉള്ളത്. 2.7 ഗ്രാം ഓഫ് വാട്ടറും. ഇതാണ് അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈഥൈന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, ഓക്സിജന്റെ നമുക്ക് തന്നിട്ടില്ല. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ആവശ്യമായിട്ടുണ്ട്. അപ്പം ഓരോ റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും നമ്പർ ഓഫ് മോൾസ്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് ഓക്സിജൻ എത്ര മാസ് നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളത് കാണണമെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഈഥൈൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഈഥൈൻ കണ്ടുപിടിക്കണം. ഈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഈഥൈൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഇക്വേഷൻ, നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്.
അപ്പം ഇവിടെ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? മാസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് 1.5 ഗ്രാം ആണ്. അതിനെ നമ്മൾ മോളാർ മാസ് വെച്ച് ഡിവൈഡ് ചെയ്യണം. മോളാർ മാസ് C2H6 ആണ്. അപ്പോൾ കാർബണിന്റെ മാസ് എന്ന് പറയുന്നത് 12. അപ്പം 12 ഇൻറ്റു കാർബൺ എത്രയുണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പം 24 പ്ലസ് ഓക്സിജന്റെ എത്രയാണ്? ഹൈഡ്രജന്റെ എത്രയാണ്? ഹൈഡ്രജന്റെ മാസ് 1 ആണ്. അപ്പം 6 ഉണ്ട്. അപ്പം ടോട്ടൽ 6. അപ്പം ഇതെങ്ങനെ വരും? 1.5 ഡിവൈഡഡ് ബൈ 30. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/20 എന്ന് വരും. 1/20 എന്ന് വെച്ചാൽ എത്രയാണ്? 0.05. അപ്പം നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് C2H6 കിട്ടി. ഇനി നമുക്ക് ഓക്സിജന്റെ ആണ് നമുക്ക് വേണ്ടത്, അതിന്റെ മാസ് കണ്ടുപിടിക്കാൻ. അപ്പം നമ്മൾ ഓക്സിജന്റെ കണ്ടുപിടിക്കണമെങ്കിൽ ഓക്സിജന്റെ നമ്പർ ഓഫ് മോൾസ് വേണ്ടേ? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഉള്ള മാർഗം എന്ന് വെച്ചാൽ 2 മോൾ C2H6 കമ്പസ്റ്റനിൽ എത്ര ഓക്സിജൻ നമ്മൾ എടുത്തു? 7 ഓക്സിജൻ എടുത്തു. 2 മോൾ ഈതേൻ കമ്പസ്റ്റന് വേണ്ടി നമ്മൾ 7 ഓക്സിജൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ 0.05 മോൾസിന്റെ കമ്പസ്റ്റന് വേണ്ടി ഈതേന്റെ കമ്പസ്റ്റന് വേണ്ടിയിട്ട് നമുക്ക് എത്ര എടുക്കണം? അതെങ്ങനെ കാണും? 7/2 ഇൻറ്റു 0.05. 2 മോൾസ് ഈതേൻ കമ്പസ്റ്റന് വേണ്ടിയിട്ട് 7 മോൾ ഓക്സിജൻ വേണം. അങ്ങനെയാണെങ്കിൽ 0.05 ഈതേന് വേണ്ടി എത്ര മോൾ വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെ വരും? നമുക്കിതിനെ ആ ഫ്രാക്ഷൻ ഫോമിലി 0.05 എഴുതുമ്പോൾ 1/20 എന്ന് വരും. ദാറ്റ് ഈസ് 7/40. ഇത്രയുമാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ. 7/40 മോൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്സിജൻ. ഇനി നമുക്ക് ഇതിൽ നിന്നും നമുക്ക് ഓക്സിജന്റെ മാസ് കണ്ടുപിടിക്കാം. അപ്പം നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഇക്വേഷൻ എങ്ങനെയായിരുന്നു? മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആയിരുന്നു അല്ലേ? അപ്പൊ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആയിരുന്നു അതിന് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ. ഇനി നമുക്ക് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും എന്ന് നോക്കാം. മാസ് നമുക്കറിയില്ല, എക്സ് ആണ്. മോളാർ മാസ് ഓക്സിജന്റെ എത്ര വരും? ഓക്സിജന്റെ മോളാർ മാസ് എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ 16 ആണ്, 2 ഓക്സിജൻ ഉണ്ട്, അതുകൊണ്ട് 32. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എത്രയായിരുന്നു കിട്ടിയത്? 7/40 ആണ്. അപ്പം 7/40 ഈക്വൽ ടു x/32. അപ്പോൾ നമുക്കിതിനെ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 7 ഇൻറ്റു 32 is equal to x into 40. 7 into 32 divided by 40 equals x. അപ്പം മാസ് എന്ന് പറയുന്ന x നമുക്ക് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇത് ഏകദേശം നമുക്ക് എത്ര വരും നോക്കാം. 4 വെച്ചിട്ട് 10, 8. അപ്പോൾ 56/10 is equal to 5.6 gram. അപ്പോൾ നമുക്ക് മാസ് എന്ന് പറയുന്നത് 5.6 ഗ്രാം ആയിട്ട് നമുക്ക് കിട്ടി. 5.6 ഗ്രാം മാസ് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടി എഴുതാം. 2C2H6 plus 7O2 gives എത്രയായിരുന്നു? 4CO2 plus 6H2O. ഇതിനകത്ത് നമുക്കിപ്പോൾ എങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്? 1.5 ഗ്രാം കിട്ടി, 5.6 ഗ്രാം കിട്ടി. ഇവിടെ എത്രയായിരുന്നു? 4.4 ഗ്രാം ആയിരുന്നു. ഇവിടെ 2.7 ഗ്രാം ആയിരുന്നു. നമുക്കിത് നോക്കാം, ആഡ് ചെയ്താൽ എത്ര കിട്ടും എന്ന് നോക്കാം. 1.5ഉം 5.6ഉം കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും നോക്കാം. നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1.5ഉം 5.6ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 7.1 ഗ്രാം കിട്ടും. ഇവിടെ അതുപോലെ തന്നെ 4.4ഉം 2.7ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 7.1 കിട്ടും. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം അതിൽ നിന്ന്? 7.1 ഗ്രാം റിയാക്ട് ചെയ്തിട്ട് 7.1 ഗ്രാം പ്രോഡക്റ്റ് ഉണ്ടായി. 7.1 ഗ്രാം
റിയാക്ടന്റ് റിയാക്ട് ചെയ്ത് 7.1 ഗ്രാം തന്നെ പ്രോഡക്റ്റ് ഉണ്ടായി. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എഗ്രി ചെയ്യുന്നില്ലേ? കാരണം ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടന്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്റ്റ് അല്ലേ? അപ്പോൾ ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ആൻ എക്സ്പെരിമെന്റ് 5 gram of calcium carbonate on heating gave 2.8 gram of calcium oxide and 2.2 gram of carbon dioxide. Show that these results are in accordance to the law of conservation of mass. ഒരു റിയാക്ഷൻ ആണ്, ഡീകമ്പോസിഷൻ ആണ്. ഹീറ്റ് ചെയ്യുമ്പോൾ കാൽസ്യം കാർബണേറ്റ് കാൽസ്യം ഓക്സൈഡ് ആയിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടും മാറി. അതിന്റെ മാസം തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിന് റിയാക്ഷന്റെ രൂപത്തിൽ എഴുതി. കാൽസ്യം കാർബണേറ്റ് ഗീവ്സ് കാൽസ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. അവയുടെ വെയിറ്റും എഴുതി. ഇനി എന്താ പറഞ്ഞത്? നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അനുസരിച്ച് ടോട്ടൽ മാസ്, റിയാക്റ്റൻസിന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ അതനുസരിച്ച് എങ്ങനെയായിരിക്കും വരുന്നത്? ഇവിടെ 5 ആണ് അല്ലെ? റിയാക്ടന്റിന്റെ മാസ് 5 ആണ്. കാൽസ്യം ഓക്സൈഡിൻ്റെത് 2.8 ഗ്രാം പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ 2.2 ഗ്രാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര വരും? 5 ഗ്രാം. അപ്പോൾ 5 ഗ്രാം റിയാക്ടൻസ് 5 ഗ്രാം പ്രോഡക്റ്റ് ആയിട്ട് മാറി. അപ്പം this reaction also obeys law of conservation of mass എന്ന് നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, when 4.2 gram of sodium bicarbonate are added to a solution of acetic acid weighing 10 gram, it is observed that 2.2 gram of carbon dioxide is released into the atmosphere. The residue left is found to weigh 12 gram. Show that these observations are in agreement with the law of conservation of mass. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന റിയാക്ഷൻ നമുക്കൊന്ന് എഴുതാം അല്ലേ? അപ്പോൾ ആ റിയാക്ഷൻ സോഡിയം ബൈകാർബണേറ്റ് ആണ് റിയാക്ട് വിത്ത് അസറ്റിക് ആസിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് NaHCO3 ആണ്. പ്ലസ് അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് CH3COOH ആണ്. അസറ്റിക് ആസിഡ് ഗീവ്സ് എന്തൊക്കെയാണ്? ഒരു റെസിഡ്യൂ ഉണ്ടായി. അതാദ്യം കാർബൺ ഡൈ ഓക്സൈഡിന്റെ വെയിറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു റെസിഡ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ റെസിഡ്യൂ എന്ന് പറയുന്നത് നമുക്കിപ്പം ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ആ റെസിഡ്യൂ ഏതാണെന്നുള്ളത് അറിയേണ്ട കാര്യമില്ല. റെസിഡ്യൂവിന്റെ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ആ വെയിറ്റ് മാത്രം മതി. പക്ഷേ ശരിക്കും ഈ റെസിഡ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് CH3COON ആണ്. CH3COON, സോഡിയം അസറ്റേറ്റും വാട്ടറുമാണ് ഈ റെസിഡ്യൂ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ പ്രോബ്ലത്തിൽ നമുക്കത് അറിയേണ്ട കാര്യമില്ല. റെസിഡ്യൂവിന്റെ വെയിറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്, അത് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ഇതിനകത്ത് സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് എത്രയാ വെയിറ്റ് പറഞ്ഞിരിക്കുന്നത്? 4.2 ഗ്രാം ആണ്. അസറ്റിക് ആസിഡിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 10 ഗ്രാം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ വെയിറ്റ് 2.2 ഗ്രാമും ഈ റെസിഡ്യൂവിൻ്റേത് 12 ഗ്രാമുമാണ്, 12 ഗ്രാമാണ്. അപ്പം റെസിഡ്യൂ എന്ന് പറയുന്നത് CH3COONA പ്ലസ് H2O ആണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. അതിനെ ഒരുമിച്ച് 12 ഗ്രാമാണ്. അപ്പം ഇതിനകത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇവിടെ എങ്ങനെയാണ്? 10 പ്ലസ് 4.2 എന്ന് പറയുന്നത് 14.2. ഇവിടെ 12 പ്ലസ് 2.2 എന്ന് പറയുന്നത് 14.2. അപ്പോൾ ഇത് റിയാക്റ്റൻറ്റിൻ്റെ എമൗണ്ട്, ഇപ്പുറത്തേത് പ്രോഡക്റ്റിൻ്റെ എമൗണ്ട്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ സെയിം മാസ് അല്ലേ കിട്ടിയത്? റിയാക്റ്റൻറ്റിൻ്റെ മാസ്, പ്രോഡക്റ്റിൻ്റെ മാസ്. അപ്പം 14.2 എന്ന് പറയുന്ന റിയാക്റ്റൻറ്റിൻ്റെ മാസ്, 14.2 എന്ന് ഗ്രാംസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിൻ്റെ മാസ്. ഇപ്പം ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഈ റിയാക്ഷനും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യുന്നുണ്ട്.